ഹായ്, ഗ്രേസ് ഗാർഡനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. മുമ്പ് നമ്മൾ ചെയ്ത ചില വീഡിയോകളുടെ അപ്ഡേറ്റ് ആണ് ഇന്ന് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ചെയ്യേണ്ടതായിരുന്നു, എന്നാൽ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ, കണ്ണിന് ഇൻഫെക്ഷൻ, അങ്ങനെ ശരീരത്തിന് മൊത്തം പ്രയാസമായിട്ട് ഒരാഴ്ച പൂർണ്ണമായും കിടപ്പിലായിരുന്നു. അതുകൊണ്ട് വീഡിയോകളൊന്നും എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. പൂർണ്ണമായിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല, എങ്കിലും ചില ഫ്രൂട്ട്സൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. കൂടാതെ തുടർമാനമായിട്ട് ചില വീഡിയോകളൊക്കെ നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അസുഖങ്ങളൊന്നും കാര്യമാക്കുന്നില്ല. ഇന്നത്തെ മെയിൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു 6 മാസം മുമ്പ് പ്രൂൺ ചെയ്ത ബേറാപ്പിൾ നിറച്ച് ഇപ്പോൾ ബേറാപ്പിൾ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഏകദേശം 5 മാസത്തോളം മുമ്പ് നമ്മൾ പ്ലാന്റ് ചെയ്ത മഞ്ഞ അത്തിയിൽ ഇപ്പോൾ നിറയെ അത്തി പിടിച്ചിട്ടുണ്ട്. അതോടെ ആ കൂട്ടത്തിൽ തന്നെ പ്രൂൺ ചെയ്ത നമ്മുടെ തായ് പിങ്ക് പേരയിൽ ഇപ്പോൾ ഒരു പേരയ്ക്ക വിളഞ്ഞു കിടക്കുന്നുണ്ട്. അതിൽ പ്രൂൺ ചെയ്ത ഭാഗങ്ങളെല്ലാം നിറയെ പേരയ്ക്കയായിട്ടുണ്ട്. കൂടാതെ ടർക്കിഷ്, 1 വർഷത്തിന് ശേഷം ടർക്കിഷ് ബ്രൗൺ അത്തിയിൽ അത്തി പിടിച്ചിട്ടുണ്ട്. 2 വർഷം പ്രായമായ എൻ്റെ റൊളീനയിൽ ആദ്യമായിട്ട് 8-10ഓളം ഈ വർഷം ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. അതിലൊരു ഫ്രൂട്ട് ഇന്ന് പാകമായിട്ടുണ്ട്. കൂടാതെ മരമുന്തിരിയിലൊക്കെ നവംബർ മുതൽ നോൺ സ്റ്റോപ്പിംഗ് ഫ്ലവറിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ കാഴ്ച നമുക്ക് കാണണം. 3 വർഷമായ എൻ്റെ മാവ് ആദ്യമായിട്ട് ഫ്ലവർ ചെയ്തു. പോളിഹാലൈറ്റ് എന്ന വളം, അതായത് പൊട്ടാഷ്യവും മഗ്നീഷ്യവും സൾഫറും കാൽസ്യവും ചേർന്ന വളം ഇട്ടതിന് ശേഷമാണ് അതിൽ അങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടായത്. അതിനുശേഷം നമ്മുടെ പ്ലാന്റുകൾക്കൊക്കെ നല്ല പച്ചപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വിശേഷങ്ങൾ നമുക്കിന്ന് നോക്കാം. ഫ്രൂട്ട് ഉണ്ടായിരിക്കുന്നത് നന്നായിട്ട് ഫ്രൂട്ട് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ പ്രൂണിങ് നല്ല രീതിയിൽ ബറാപ്പിളിന് കൊടുത്തെങ്കിൽ മാത്രമേ ഈ രീതിയിൽ നമുക്ക് ഫ്രൂട്ട് സെറ്റായി വരികയുള്ളൂ. നിറയെ ഫ്രൂട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇതാണ് തായ് പിങ്ക് പേര പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഡ്രമ്മിൽ. നിറയെ ഇതിൽ പ്രൂണിങ്ങിന് ശേഷം പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. പുതിയ ഫ്ലവറുകൾ വരുന്നുണ്ട്. അതുപോലെ പുതിയ പേരയ്ക്കൊക്കെ സെറ്റായി വരുന്നുണ്ട്. പ്രൂൺ ചെയ്ത് നമുക്ക് ഇപ്രകാരം ഡ്രമ്മിൽ ഈസി ആയിട്ട് പേരകൾ വളർത്താനായിട്ട് കഴിയും. പ്രൂൺ ചെയ്യുന്നതുകൊണ്ട് പ്രയോജനം എന്ന് വെച്ചാൽ നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാകുമെന്ന് മാത്രമല്ല, പ്ലാന്റ് വലിപ്പം വെക്കാതെ നമുക്ക് വേണ്ട രീതിയിൽ പരിപാലിക്കാനും വെള്ളീച്ച പോലുള്ള കീടാക്രമങ്ങളിൽ നിന്നൊക്കെ പേരയെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയും. ഇപ്പോൾ ഇതിലൊരു പേരയ്ക്ക സെറ്റായിട്ടുണ്ട്. നമുക്കതൊന്ന് പറിച്ചതിൻ്റെ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് പേരയ്ക്ക പറിക്കാം. ഇത് കായീച്ചയുടെയൊക്കെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കവർ ഇട്ടിരിക്കുന്നത്. സെറ്റായിട്ടുണ്ട്. നല്ല മുഴുത്ത പേരയ്ക്കയാണ്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിക്കാം. തായ് പിങ്ക് പേര. ഓക്കെ, പേരയ്ക്ക നല്ല സൈസുള്ള പേരയ്ക്കയാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. തായ് പിങ്ക് കട്ട് ചെയ്യുകയാണ്. ഇതാണ് സീഡ് വളരെ കുറവാണ്. ചിലപ്പോൾ ഇത് പിങ്ക് കളർ വരാറുണ്ട്. ഇതിപ്പോൾ ഇച്ചിരൂടെ പഴുക്കണം എന്ന് തോന്നുന്നു പിങ്ക് ആവാൻ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പരിശോധിക്കാം. തായ് പിങ്ക്. തായ് പിങ്ക് നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ തായ് പിങ്ക് പേര കട്ട് ചെയ്തു. നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം. അടിപൊളി മധുരം. വേനലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല മധുരമുണ്ട്. സൂപ്പർ മധുരം, നല്ല ടേസ്റ്റ്. സീഡും വളരെ കുറവാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പേരയ്ക്ക കഴിക്കുമ്പോൾ വേനൽക്കാലത്ത് കഴിക്കണം. നല്ല മധുരമുണ്ട്, ടേസ്റ്റും ഉണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ അത്തി പ്ലാന്റുകൾ 5 മാസം മുമ്പ് പ്ലാന്റ് ചെയ്ത ഡയാന അത്തി, യെല്ലോ അത്തിയാണിത്. ഇത് പ്രത്യേക രീതിയിൽ പോട്ടി മിക്സ് തയ്യാറാക്കിയതാണ്. ഈ അത്തിയിൽ ഇപ്പോൾ ഒരു 4 ഫ്രൂട്ട് സെറ്റായി വരുന്നുണ്ട്. 4 ഫ്രൂട്ട്. നല്ല ടേസ്റ്റുള്ള മധുരമുള്ള ഇനമാണ് ഈ മഞ്ഞ അത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത, 5-ാം മാസം ഇതിൽ ഫ്രൂട്ട് പിടിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഡയാന അത്തിയിലും ഫ്രൂട്ട് ആദ്യമായിട്ട് 5-ാം മാസം പിടിച്ചിരിക്കുകയാണ്. ഡയാന അത്തി പോട്ടിൽ നടന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അത്തി നടന്നവർ ആ വീഡിയോ നിശ്ചയമായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. ഇതെൻ്റെ അന്ന വെറൈറ്റി ആപ്പിൾ പ്ലാന്റ് ആണ്. നമുക്കറിയാം അത്തിക്കൊക്കെ മഴ നനഞ്ഞാൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് മഴമറയിലാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ ആപ്പിൾ പ്ലാന്റുമാണ് ഇത്. ഫ്ലവർ ചെയ്ത പ്ലാന്റ് ആണ്. ഇപ്പോൾ വീണ്ടും ഫ്ലവർ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അന്ന വെറൈറ്റി ആപ്പിളും എൻ്റെ ഡയാന അത്തിയും. ഇതെൻ്റെ ടർക്കിഷ് ബ്രൗൺ അത്തിയാണ്. ഏകദേശം ഒരു വർഷത്തോളം കഴിഞ്ഞ പ്ലാന്റ് ആണ്. ഒരു ഫ്രൂട്ട് ഉണ്ടായെങ്കിലും ചാടി പോവാണ് ഉണ്ടായത്. ചെറുപ്പത്തിൽ തന്നെ പോയി. ഇപ്പോൾ ഇതിൽ ഏകദേശം 1 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതിൽ ഒരു ഫ്രൂട്ട് സെറ്റായി വരുന്നുണ്ട്. 1-2 ഫ്രൂട്ടുകൾ ഇതിൽ സെറ്റായി വരുന്നുണ്ട്.
ഇതിലും ഒരു ഫ്രൂട്ട് സെറ്റായി വരുന്നുണ്ട്. പക്ഷേ ഇത് വളർച്ചയിലും ഇതിന് അത്ര ഒരു സ്ട്രോങ് അല്ല. അതുപോലെ ഫ്രൂട്ട് ഉണ്ടാകുന്നതിലും ഒരു സ്ട്രോങ് കുറവ് കാണിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എനിക്കൊന്ന് പോട്ടിമിക്സിന്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ഇതിൻ്റെ ഫ്രൂട്ട് ഒന്ന് എടുത്തതിന് ശേഷം ഇതൊന്ന് കുറച്ച് തൈകൾ ലെയർ ചെയ്ത് എടുത്തിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതും ടർക്കിഷ് ബ്രൗൺ അത്തിയുടെ മറ്റൊരു പ്ലാന്റ് ആണ്. ഇത് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞ പ്ലാന്റ് ആണ്. പക്ഷേ ഇതിൽ ഇതുവരെയായിട്ടും ഫ്രൂട്ടൊന്നും സെറ്റായിട്ടില്ല. ഇതും പഴയ രീതിയിൽ ഞാൻ പോട്ട് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ പഴയ പോട്ടിങ് ചെയ്ത പ്ലാന്റുകൾക്കൊക്കെ ഈ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തി നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തി പ്ലാന്റ് ചെയ്യുമ്പോൾ മികച്ച രീതിയിൽ പ്ലാന്റ് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ വളർച്ചയ്ക്കും അതുപോലെ ഫ്രൂട്ട് ഉണ്ടാകുന്നതിനും ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നത്. ഇത് ഈജിപ്ഷ്യൻ അത്തിയാണ്. ഇത് നട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 മാസം കഴിയുന്നേ ഉള്ളൂ. നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു ഇനമാണ്. അത്യാവശ്യം മധുരമുള്ള ഇനമാണ് ഈജിപ്ഷ്യൻ അത്തി. ഇതെൻ്റെ 2 വർഷം കഴിഞ്ഞ റോളീനിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ഒരു 5-8 ഫ്രൂട്ട് ഈ വർഷം ഉണ്ടായി. നിരവധി തവണ ഫ്ലവർ ചെയ്തതിന് ശേഷമാണ് ഇതിൽ ഫ്രൂട്ട് സെറ്റായി വന്നത്. ഞാനിത് പ്രൂൺ ചെയ്താണ് നിർത്തിയിരിക്കുന്നത്. നല്ല രീതിയിൽ പ്രൂൺ ചെയ്തില്ലെങ്കിൽ ഈ പ്ലാന്റ് വലിപ്പം വെച്ചങ്ങ് ഉയർന്നു പോകും. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ നമുക്ക് ഫ്രൂട്ടൊക്കെ പറിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഒരു ഫ്രൂട്ട് ഇതിൽ സെറ്റായിട്ടുണ്ട്. ഫ്രൂട്ടൊക്കെ ഇവിടെ പഴുത്ത് വരുന്നുണ്ട്. സെറ്റായ ഫ്രൂട്ട് നമുക്കൊന്ന് പറിച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം. 2ാം വർഷം കാഴ്ച റോളീനിയ പ്ലാന്റിൻ്റെ ആദ്യത്തെ ഫ്രൂട്ട് നമ്മൾ പറിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട് പറിക്കാം. റോളീനിയ ഫ്രൂട്ട് നമ്മൾ പറിച്ചു. റോളീനിയ. അപ്പോൾ ഇതാണ് നമ്മുടെ റോളീനിയ പഴം. നമുക്ക് ഇന്ന് കട്ട് ചെയ്ത് നോക്കാം. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. നല്ല യെല്ലോ കളർ ആയിട്ടുണ്ട്. നല്ല വൈറ്റ് കളർ. ഇതാണ് നമ്മുടെ റോളീനിയ പഴം. നല്ല വൈറ്റ് കളറുണ്ട്. സീഡ് കുറവായിട്ടാണ് തോന്നുന്നത്. റോളീനിയ. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല ഐസ്ക്രീം പോലെ പോരുന്നുണ്ട്. ഞാൻ ചെറിയൊരു പീസ് ഇതിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മുടെ ആത്തപ്പഴത്തിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ക്രീമിയാണ്. ആത്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം മധുരമുണ്ട്. ആവശ്യത്തിന് മധുരമുണ്ട്. കുഴപ്പമില്ല. എനിക്ക് എന്തായാലും ഈ ഫ്രൂട്ട് ഇഷ്ടപ്പെട്ടു. സീഡ് നല്ല ക്രീമിയാണ്. എനിക്ക് തോന്നുന്നത് റോളീനിയയിൽ നിരവധി വെറൈറ്റികളുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു ഫ്രൂട്ട് തന്നിരുന്നു. അത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഷേപ്പാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടെ നല്ലത്. അത് കഴിച്ചിട്ട് അത്ര ഒരു ഫ്ലേവറായിട്ട് എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ല. പക്ഷേ അതിലും കുറച്ചുകൂടെ നല്ല ക്രീമിയും ടേസ്റ്റും ഈ ഇനത്തിനാണ്. അപ്പോൾ റോളീനിയ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. ഇതിൻ്റെ പല വെറൈറ്റികളുണ്ട്. അപ്പോൾ വെറൈറ്റികൾ നല്ലത് നോക്കി സെലക്ട് ചെയ്യുക. മഗ്നീഷ്യം, കാൽസ്യം, പോളിഹാലൈറ്റ്, മഗ്നീഷ്യം, കാൽസ്യം ഒക്കെ അടങ്ങിയ വളങ്ങൾ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പ്ലാന്റുകളൊക്കെ നല്ല ഗ്രീനി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു യെല്ലോ കളറിൽ നിന്നുള്ള ഓറഞ്ച് പ്ലാന്റൊക്കെ നല്ല ഗ്രീൻ ഷെയ്ഡിലേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ പ്ലാന്റുകളൊക്കെ നല്ല ഗ്രീനി ആയിട്ടുണ്ട്. കീടങ്ങളുടെ ആക്രമണം പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. മഗ്നീഷ്യവും കാൽസ്യവും തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്ലാന്റുകൾക്ക് നല്ല പച്ചപ്പ് വരുത്തിയിട്ടുണ്ട്. പോളിഹാലൈറ്റ് കൊടുത്തതിന് ശേഷം ആദ്യമായിട്ട് ഫ്ലവർ ചെയ്തതിൻ്റെ മാവ് ആണിത്. അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. 3 വർഷത്തോളം പ്രായമായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതിന് ഒത്തിരി പ്രതിസന്ധികൾ വന്ന ഒരു പ്ലാന്റാണ്. ഫംഗസ് ബാധിച്ച് ഇതിന് ധാരാളം പ്രയാസങ്ങൾ വന്നിരുന്നു. എന്തായാലും തൽക്കാലം അതിൽ നിന്നൊക്കെ ഒരു റിക്കവർ വന്നിട്ടുണ്ട്. എങ്കിലും ഫംഗസ് ഇടയ്ക്കിടയ്ക്ക് ഫംഗസിൻ്റെ ആക്രമണം ഇതിന് വരാറുണ്ട്. ഇതെൻ്റെ ഒരു 4 മാസത്തോളം പ്രായമുള്ള ജപ്പാൻ പേരയാണ്. നമ്മുടെ പോളിഹാലൈറ്റ്, മഗ്നീഷ്യം, കാൽസ്യം ചേർന്ന വളം കൊടുത്തതിന് ശേഷം നല്ല പച്ചപ്പ് വന്നിട്ടുണ്ട്. നല്ല വളർച്ച ഇതിനുണ്ട്. അതുപോലെ ഞാനിതിൽ കണ്ട മറ്റൊരു കാര്യം, ഇതിൽ വെള്ളീച്ചയുടെ ശല്യം വളരെ കുറവാണ്. മഗ്നീഷ്യവും കാൽസ്യവും എനിക്ക് തോന്നുന്നു കീടങ്ങളെ അകറ്റാൻ മികച്ച ഒരു ഉപമൂലകങ്ങളിൽപ്പെട്ട വളം തന്നെയാണ്. ജപ്പാൻ പേര ആദ്യമായിട്ട് ഇത് ഫ്ലവർ ചെയ്തിരുന്നു. പക്ഷേ ഫ്രൂട്ട് സെറ്റായില്ല. അടുത്ത പ്രാവശ്യം ഇതിൽ ഫ്രൂട്ട് സെറ്റാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഏകദേശം ഒക്ടോബർ മുതൽ നോൺ സ്റ്റോപ്പിംഗ് ഫ്ലവറിംഗ് ആണ് ഈ ജബോട്ടിക്കാബ. റെഡ് ഹൈബ്രിഡ് ഇനമാണ്. ഇപ്പോഴിപ്പോൾ വീണ്ടും ഇതിൽ നിറയെ പൂട്ടിരിക്കുകയാണ്. ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നല്ല വൈറ്റ് പൂക്കൾ. എന്തായാലും ഒരു ഫ്രൂട്ട് ഇതിൽ കിടക്കുന്നുണ്ട്. നമുക്കിതൊന്ന് പറിച്ചതിൻ്റെ മധുരവും കൂടി ഒന്ന് പരിശോധിക്കാം. മരമുന്തിരി റെഡ് ഹൈബ്രിഡ്. മരമുന്തിരി. അപ്പോൾ നമുക്ക് മരമുന്തിരി പൊട്ടിച്ചെടുക്കാം. കട്ട് ചെയ്യാം. അല്പം കൂടെ പഴുക്കാനുണ്ട്, എങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. നല്ല ജ്യൂസിയാണ്. അപ്പോൾ മരമുന്തിരിയുടെ ഒരു പഴവും നമ്മൾ മുറിച്ചു ടേസ്റ്റ് ചെയ്തു. കുഴപ്പമില്ല, മധുരമുണ്ട്, ജ്യൂസിയാണ്. റംബൂട്ടാൻ, അതുപോലെ എൻ്റെ എഡോലോങ്ങനുണ്ട്. പുലാസാനൊക്കെ ചെറുതായിട്ട് ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി പൊട്ടാഷ്, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ എഡോലോങ്ങൻ അത് ഫ്ലവർ ചെയ്യേണ്ടതിനായിട്ട് നമ്മൾ അതിന് പ്രത്യേകമായ ചില പരിചരണങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ പുലാസൻ പയ്യെ ഫ്ലവർ ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിനൊക്കെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അതിനൊക്കെ ചേർത്തുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോ താമസിയാതെ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.